ഞാൻ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ ഇത് തന്നെയാണ്. എവിടെ തിരിഞ്ഞാലും ഈ ഒരു ബോട്ടിൽ തന്നെയാണ്. ടൗണിലേക്കൊക്കെ പോയാൽ അധിക ഷോപ്പിൻ്റെ മുന്നിലും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഷോപ്പിൽ മാത്രമല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം പോയപ്പം ഒരാൾ വെറുതെ സ്ട്രീറ്റിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ അതൊന്നല്ല വിഷയം. ഞാൻ എൻ്റെ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ആവശ്യത്തിന് വെള്ളം കുടിച്ച് ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം നേരെ ഒരു സ്മൂത്തി ഉണ്ടാക്കാനാണ് പോയിട്ടുള്ളത്. കുറേ ആയിട്ടോ അങ്ങനെ സ്മൂത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇപ്പം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഇങ്ങനെ ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റ് പോലെ എന്തെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. അധികം പഴമൊക്കെ തന്നെയാണ്. പിന്നെ നേരെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറൊക്കെ ഓൾറെഡി ഉണ്ടാക്കിയതുണ്ട്. അതിക്ക് വേണ്ടി രണ്ട് കൂട്ടാനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് ഈ ഒരു ചീരത്തോരനാണ് കേട്ടോ. ചീരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ രാവിലെ തന്നെ ചെയ്ത് വെച്ചാൽ അടുക്കളയിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നേരത്തെ ഇതിന് ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ ബാക്കി വർക്കൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചീര റെഡിയാൻ വെച്ചതിൻ്റെ ശേഷം ഞാൻ വേറൊരു ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. ക്യാരറ്റും പിന്നെ ഒരു പീസ് ബീട്രൂട്ട് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതായിട്ട് ബാക്കി വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നിർബന്ധമാണല്ലോ. അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ എടുത്തത് കംപ്ലീറ്റ് കഴുകി ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ശരിക്കും രാഗിപ്പുട്ടിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിന്. ഞാൻ പിന്നെ സ്മൂത്തി കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അത് കഴിക്കാമെന്ന് കരുതി നിന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് അയച്ചിട്ടുള്ള സാധനം അഡ്രസ്സിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് തിരിച്ച് നമുക്ക് തന്നെ വന്നിട്ടുള്ളതാണ്. ഇതിന് രണ്ടാമത് പാക്ക് ചെയ്ത അഡ്രസ്സ് മാറ്റിയിട്ട് വീണ്ടും അയച്ചു കൊടുക്കണം. അപ്പോൾ ഇത് തിരിച്ച് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള അവസ്ഥ ഭയങ്കര പരിതാപകരമായിരുന്നു. കാരണം എന്താണെന്നറിയില്ല കേട്ടോ, വല്ല എലിയോ എന്തോ കടിച്ച പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബോക്സിനും അതേപോലെ തന്നെ ചെറുതായിട്ട് എന്തോ കീറലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് രണ്ടും ഒഴിവാക്കി ബോക്സൊക്കെ മാറ്റി വേറെ പുതിയ ബോക്സിലാക്കിയിട്ടാണ് രണ്ടാമത് അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളിലുള്ള ഐറ്റംസിനൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോക്സ് ആയതുകൊണ്ട് തന്നെ സൈഡിലൊരു ചെറിയ പൊട്ടേ ഉള്ളൂ. അങ്ങനെ എന്തായാലും അതൊക്കെ ഞാൻ പുതിയ ബോക്സിലാക്കി കംപ്ലീറ്റ് ആയിട്ടും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ ഇരുന്നിട്ട് ഞാൻ അഡ്രസ്സും കൂടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ എപ്പോഴാണ് ഇനി പോസ്റ്റ് ഓഫീസിൽ പോകുന്നത് അപ്പോൾ പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്.